എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജു മണ്ണമ്പട്ട. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ ജനങ്ങളോടും എനിക്കൊരു കാര്യം അറിയിക്കാനുള്ളത്. ഇതിപ്പോ നോക്കൂ, ഞാനൊരു നാദസ്വര വാദ്യ കലാകാരനാണ്. പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും നാദസ്വരം വായിച്ച് ഉപജീവനം നടത്തുന്ന ഒരു കലാകാരനാണ്. ഇത് മുഴുവൻ ഈ ഫേക്കായിട്ടുള്ള നോട്ടുകളാണ് ഇപ്പോൾ ബഹുഭൂരിപക്ഷവും ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട കലാകാരന്മാരുടെ മേല് അണിയിച്ചുകൊണ്ട് കോമാളി വേഷം കെട്ടിച്ചുകൊണ്ട് പല ഉത്സവ കമ്മിറ്റികളും നടത്തുന്നത്. എനിക്ക് നമ്മള് കോമാളിയാകുന്നതിനേക്കാൾ ഏറെ വിഷമം എന്റെയും നിങ്ങളുടെയും ഈ രാജ്യത്തിന്റെയും, ഒരു വ്യക്തിയുടേതെന്നല്ല, ഒരു കുടുംബത്തിൻ്റെതെന്നല്ല, ഈ രാജ്യത്തിന്റെ തന്നെ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ധനമാണ്, സമ്പത്താണ്. അതില്ലെങ്കിൽ എല്ലാം തകർന്നു പോകും. അപ്പോ ഒരു രാജ്യത്തിന്റെ എല്ലാ വ്യവസ്ഥിതിയെയും നിലനിർത്തുന്ന, അല്ലെങ്കിൽ അതിനെ മുഴുവൻ ചാലക ശക്തിയെ നിയന്ത്രിക്കുന്ന ഈ ഇന്ത്യൻ കറൻസിനെ അപമാനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നോട്ടുകൾ അടിച്ച് വിതരണം ചെയ്യുന്നത് ആര്? ഇത് അടിക്കുന്നത് എവിടെ? ബന്ധപ്പെട്ട ഭരണാധികാരികളോ നിയമ സംഹിതകളോ ഇതറിയുന്നില്ലേ? ഞാൻ ഇതുമായിട്ട് പ്രമുഖ ചാനലുകളിലെ ഉള്ളത് തുറന്നു പറയാം. റിപ്പോർട്ടർ ചാനലിന്റെയും 24 ചാനലിന്റെയും ഓഫീസ് കയറി ഇറങ്ങിയതാണ്. ആദ്യമൊക്കെ അവരെന്നെ വരാമെന്നും ഇതിനെപ്പറ്റി സംസാരിക്കാമെന്നും നമുക്കിത് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഇതുമായിട്ട് അവരുടെ ഓഫീസ് കയറി ഇറങ്ങിയതാണ്. ആരും എന്നോട് സഹകരിക്കുന്നില്ല. അവസാന നിമിഷമാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ ഈ കോമാളി വേഷം കെട്ടിക്കുന്നതിനേക്കാൾ ഉപരി ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന ഇത്തരം ഫേക്കായ നോട്ടുകൾ, ഇത് മുഴുവനും 500-ന്റെയാണ്. ഇത് മുഴുവൻ 500-ന്റെയാണ്. ഇതിൽ 500 ഉണ്ട്, 100 ഉണ്ട്, 50 ഉണ്ട്, 10 ഉണ്ട്, 20 ഉണ്ട്, ഇനിയും ഉണ്ട് കുറെ. ഇത് ഇത്തരത്തിൽ അച്ചടിച്ച് ഇങ്ങനെ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? എന്റെ ചോദ്യം അതാണ്. നിയമം അനുവദിക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായിട്ടുള്ള ഇന്ത്യൻ കറൻസിനെ അപമാനിക്കുന്നു. ഇതടിക്കുന്നവന് കള്ളനോട്ട് അടിക്കാൻ എന്താ പ്രയാസം? നിങ്ങളൊന്ന് ഇതിന്റെ ഒറിജിനാലിറ്റി നോക്കൂ. ഏതെങ്കിലും ലോട്ടറി കച്ചവടക്കാരോ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാര് അല്പം വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ തട്ടുകട നടത്തുന്ന, മുറുക്കാങ്കട നടത്തുന്ന സാധാരണക്കാരായ കച്ചവടക്കാരുടെ കയ്യിലേക്ക് ഇത് കൊടുത്ത് അവരെ കൊണ്ട് അവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അത്തരത്തില് ഇതിന്റെ അതിപ്രസരം കൂടിയിരിക്കുന്നു. എല്ലാവരും കണ്ടിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തരം മാലകൾ അണിയിക്കുന്നത്. എല്ലാവരും കണ്ടിട്ട് കണ്ടില്ല എന്നടിക്കുന്നു. ആരും പ്രതികരിക്കാനില്ല. NTVS എന്ന് പറയുന്ന പേരുള്ള നാദസ്വര തകിൽ വാദ്യ കലാ സംഘടനയുണ്ട് തൃശ്ശൂർ ജില്ലയിൽ, കേരള സംസ്ഥാനത്തിലുണ്ട്. ഞാൻ എന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറൊക്കെയായിരുന്ന ആളാണ്. അതൊരു നോക്കുകുത്തി സംഘടനയായി മാറിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കലാകാരന്മാരുടെ മേലേക്ക് ഉണ്ടാവുന്ന ഇതിനെ പ്രതികരിക്കാൻ ആർക്കും ശക്തിയില്ല. ആരും മുന്നോട്ട് വരുന്നില്ല. എനിക്ക് സ്വയം തോന്നിയതിന്റെ പേരിൽ എനിക്ക് പ്രതികരിക്കണമെന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഞാനിതിനെ പ്രതികരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ എനിക്കുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഷാജു മണ്ണമ്പേട്ട.